الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടുമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മുറാഹിമായ നാഥൻ നമ്മുടെ ഒരുമിച്ച് കൂടലിനെ നാളെ പരലോകത്ത് പുണ്യം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. കഠിനമായ വേദനകളാൽ മാറാ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ നമ്മുടെ മാതാപിതാക്കളാണ്, ജ്യേഷ്ഠ അനുജന്മാരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അള്ളാഹു എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ വളരെ ധൃതിയിൽ നമ്മളോട് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒട്ടും അമാന്തം കാണിക്കാതെ വളരെ വേഗത്തിൽ നമ്മളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഏതാനും ചില ആയത്തുകളും ഹദീത്തുകളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മകൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടേക്ക് മരുന്ന് വാങ്ങി പോകുന്ന ഒരു ഉപ്പയുടെ ധൃതി എത്ര വലിയ ധൃതി ഉണ്ടാവും. അതേപോലെ തന്നെ കുറെ നാളായി വീട്ടിൽ നിന്ന് മാറി നിന്നൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് എത്താൻ അയാൾ കാണിക്കുന്ന താല്പര്യം എത്രയുണ്ടാകും. അതേപോലെ തന്നെ വാഹനത്തിൽ ഒരു അപകട നിലയിലുള്ള ഒരാളെയും വഹിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഡ്രൈവറുടെ മാനസികവും വാഹനത്തിന്റെയും വേഗത എത്രമാത്രം വലിയ വേഗതയുണ്ടാകും. അതിനേക്കാൾ കൂടുതൽ വേഗതയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് വേഗം കാണിക്കണേ എന്ന് പറഞ്ഞൊരു വിഷയം വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്ന ഒരു കാര്യം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. കൂട്ടരെ, നിങ്ങൾ ധൃതിയിൽ പോവുക. ഒരു മത്സരം നടക്കുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ആ രണ്ടാളുകൾ തമ്മിൽ മത്സരിച്ചോടും എന്തിനു വേണ്ടിയിട്ട്? ഒന്നാമതെത്താൻ വേണ്ടിയിട്ട്. ഇതേപോലെ ജീവിതമാകുന്ന ഈ ഒരു മത്സരത്തിൽ അതിന്റെ സമ്മാനമാകുന്ന സ്വർഗം കിട്ടാൻ വേണ്ടി സത്യവിശ്വാസികളോട് അല്ലാഹു ആഹ്വാനം ചെയ്യാൻ എന്താ പറയുന്നത്? വസാരിഉ, നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത്, ഒട്ടും നിങ്ങൾ സാവകാശം കാണിക്കരുത്. സാരിഉ, നിങ്ങൾ ധൃതിയിൽ പോവുക. എവിടേക്കാണ് നിങ്ങൾ ധൃതിയിലേക്ക് പോവേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്.
അള്ളാഹു നിങ്ങൾക്ക് പാപമോചനം തരാമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുമ്പോ ആ റബ്ബിങ്കിലേക്ക് സമർപ്പിക്കാൻ ഒരുപാട് ചുമട് സൽക്കർമ്മങ്ങളുമായി വിശ്വാസികളെ നിങ്ങൾ ധൃതിയിൽ പോവണം. ആ ഒരു മഗ്ഫിറത്ത് മാത്രമല്ല, വജന്നത്തിൻ സ്വർഗത്തിലേക്കും. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? അർളുഹ, അതിന്റെ വീതി, അതിന്റെ വിസ്താരം എന്ന് പറയുന്നത് അസ്സമാവാതു വൽ അർദ്, ആകാശ ഭൂമികളുടെ വിസ്താരമുണ്ട് അല്ലെ? ആകാശവും ഏഴെണ്ണമുണ്ട്, ഭൂമിയും ഏഴെണ്ണമുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഒരു ആകാശത്തിന്റെ പോലും എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് അതിര് നിർണയിക്കപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. 7 ആകാശങ്ങളും 7 ഭൂമിയുടെയും വിശാലതയുള്ള സ്വർഗത്തിലേക്ക് വിശ്വാസികളെ നിങ്ങൾ ധൃതിയിൽ പോവുക. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് തഖ്വയുള്ള ആളുകൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. എത്ര വലിയൊരു ആഹ്വാനമാണ് വിശുദ്ധ ഖുർആൻ ഇതിൽ നടത്തുന്നത്. നിങ്ങൾ ധൃതിയിൽ പോവുക. എല്ലാ സൽക്കർമ്മങ്ങളിലും നിങ്ങൾ ധൃതിയിൽ മത്സരിച്ചു മുന്നേറി കിട്ടുന്ന സമയങ്ങളിൽ അമലു സാലിഹാത്തുകൾ എടുത്ത് അവിടേക്ക് നിങ്ങളുടെ നിയ്യത്ത് എന്താവണം? അള്ളാഹു എനിക്ക് പാപമോചനം നൽകണം. ഇന്ന് നമുക്കറിയാം അല്ലേ, നമ്മൾ വളരെ കുറഞ്ഞ ഒരു ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും നോമ്പിലാണ്. പട്ടിണി കിടന്ന് നരകം വാങ്ങുന്ന ഏറ്റവും ഹീനമായ ഒരു പ്രവർത്തനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത, എന്നാൽ ഒരുപാട് പോലീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആചാരങ്ങളും സമ്പ്രദായങ്ങളും അല്ലേ. 3 യാസീൻ, ഒന്നെന്തിനാ? ഒന്ന് റിസ്ക് വർദ്ധിപ്പിക്കാൻ, ഒന്ന് ആയുസ് വർദ്ധിപ്പിക്കാൻ, അതേപോലെ തന്നെ ഒന്ന് ഉപജീവനം വിശാലമാകാൻ. ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തന്നത്? അങ്ങനെയുള്ള ഒരു ഫളായിൽ സൂറത്ത് യാസീൻ ഉണ്ടെന്ന് ആരാ പറഞ്ഞു തരേണ്ടത്? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാലോ ഈ സാധുക്കളുടെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ വിശപ്പ് സഹിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ജോലികളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു നോമ്പും വെള്ളിയാഴ്ചയും വരുന്ന ഒരു ദിവസം എന്നുള്ളതിൽ ആളുകളൊക്കെ വളരെ പൂരിശയോടുകൂടി കാണുന്നു. എന്താ ഇപ്പൊ ഇതിനൊരു പൂരിശയുള്ളത്? ലൈലത്തുൽ മുബാറക്കാണ് അത്ര. എന്താ ലൈലത്തുൽ മുബാറക്ക് എന്ന് പറഞ്ഞാൽ? അനുഗ്രഹീതമായ രാത്രി. ലൈലത്തുൽ മുബാറക്ക എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഏതിനാ? ലൈലത്തുൽ ഖദറിനാണ് ആ ഒരു പോരിശ പറഞ്ഞത്. ആ പോരിശ അത് കെട്ടിണ്ടാക്കിയ ഹദീസല്ല. തൊട്ടടുത്ത ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു 1000 മാസങ്ങളേക്കാൾ പ്രതിഫലമുണ്ട്. പോരിശകൾ പറഞ്ഞു എത്രത്തോളം എത്തി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാവിലാണ്, ഈ ഒരു ദിവസത്തിന്റെ തുടക്കത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നൊക്കെ അതിന്റെ പോരിശകൾ കാണാൻ കഴിയും. ഇവിടെ അതല്ല പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? നിങ്ങൾ ധൃതിയിൽ മുന്നേറും വിശ്വാസികളെ. നിങ്ങൾക്ക് അമാന്തം വേണ്ട, കാത്തിരിക്കണ്ട. ഒരാള് വരട്ടെ അല്ലെങ്കിൽ മറ്റൊരാള് ചെയ്യട്ടെ, അങ്ങനെയുള്ളതില്ല. നിങ്ങൾ നിങ്ങൾ ധൃതിയിൽ മുന്നേറുക. എന്തിലേക്കാ? മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിന്റെ ഗുഫ്റാനിലേക്ക്. അല്ലാഹ് എനിക്ക് പുറത്തു തരണേ എന്ന നിയ്യത്തോടു കൂടി നിങ്ങൾ ചെയ്തോ, അമലു സാലിഹാത്തുകൾ ചെയ്തോ, അള്ളാഹു ഒരു കൊട്ട പാപമോചനവുമായി നിങ്ങളെ കാത്തിരിക്കുകയാണ്. പടച്ചോൻ എങ്ങനെയാ വിശ്വാസികളെ സമീപിക്കുന്നത്? റബ്ബിലേക്ക് നിങ്ങൾ ഒരു ചാണെടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു മുഴമെടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് ഒരു മാറെടുക്കും. നിങ്ങൾ അള്ളാഹുവിലേക്ക് നടന്നെടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് ഓടി വരും എന്ന് പറയുമ്പോൾ പടച്ചറമ്പ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്, അല്ലാ എനിക്ക് പുറത്തു തരണേ എന്നുള്ള ഒരു ചോദ്യത്തിന് വേണ്ടി റബ്ബ് കാത്തിരിക്കുമ്പോ വിശ്വാസികളെ അമാന്തം പാടില്ല. നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളമായി ഗുഫ്റാനിനെ ചോദിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാൻ. ഞാൻ ഓതി തീർന്ന വിശുദ്ധ ഖുർആൻ ഒരു മാസം ഓരോ ദിവസവും ഒരു ജുസ് പാരായണം ചെയ്ത് ഇത് അവസാനിപ്പിച്ച, ഒരു മാസത്തിൽ അവസാനിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് കൂലി തരണേ അല്ലാഹ്. കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ സഹായിച്ചതിന് കൂലി തരണേ അല്ലാഹ്. തിങ്കളും വ്യാഴവും ഞാൻ നോമ്പെടുത്തതിന് കൂലി തരണേ അല്ലാഹ്. എല്ലാ അറബ് മാസങ്ങളിലെ 3 ദിവസവും അയ്യാമുൽ ബീദിൽ നോമ്പെടുത്തതിന് കൂലി തരണേ അല്ലാഹ്. ദാവൂദ് നബി അലൈഹിസ്സലാം നോമ്പെടുത്തതുപോലെ ഒരു ദിവസം നോമ്പെടുക്കുകയും മറ്റേ ദിവസം നോമ്പില്ലാതിരിക്കുകയും അങ്ങനെ ഒന്നിടവിട്ട് നോമ്പെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ എത്രയാണോ സാധിക്കുന്നത്, സ്വഹീഹായി പരമ്പരയുള്ള അതേപോലെ തന്നെ കാണിക്കപ്പെട്ട മാതൃകകളുള്ള ഒട്ടനവധി അമലു സാലിഹാത്തുകളുണ്ട്. അതുമായി നിങ്ങൾ വിശ്വാസികളെ, 2 ആളുകൾ നിങ്ങൾ ദുനിയാവിൽ മത്സരം വെച്ച് ഒരാൾ മറ്റൊരാളെ മറികടക്കാൻ ധൃതിയിൽ മുന്നേറുന്നത് പോലെ വിശ്വാസികളെ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ വരണേ എന്ന്
അള്ളാഹു പറയുന്നു, പാപമോചനം മാത്രമല്ല സ്വർഗമാണ് നിങ്ങൾക്കുള്ളത്. എന്താ അതിന്റെ വിശാലത? 7 ആകാശങ്ങളുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഭൂമിയുടെ 7 ഭൂമികളുണ്ട്, അടുക്കടുക്കുകളായി അള്ളാഹു സംവിധാനിച്ച ഭൂമിയുടെ ആ 7 ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയുള്ള വിശാലമായ സ്വർഗം ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു മനസ്സും സങ്കല്പിച്ചിട്ടില്ല. അങ്ങനത്തെ സംവിധാനങ്ങളുമായി റഹ്മാനായ റബ്ബ് വിശ്വാസികളെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ബാദിറു ബിൽ അഅമാലി സ്വാലിഹ, വിശ്വാസികളെ നിങ്ങൾ അമലു സ്വാലിഹാത്തുമായി നിങ്ങൾ മുന്നേറുക. ഫസതകൂനു ഫിതനുൻ, കുഴപ്പങ്ങൾ വരാനുണ്ട്, ഫിതനകൾ വരാനുണ്ട്. കഖിതഇൽ ലൈലിൽ മുസ്ലിം, അന്ധകാര നിബിഡമായ രാത്രി, 4 ഭാഗത്തും കൂരിരുട്ടുള്ള ഒരു രാത്രി എത്രമാത്രം ഇരുൾ മുറ്റിയതാണോ അതേപോലെ ഓരോ തുള്ളിയിലും കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? യുസ്ബിഹു റജുലു മുഅ്മിനൻ, പ്രഭാതത്തിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ, വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ കാഫിറാകുന്നു. വയുംസി മുഅ്മിനൻ, വൈകുന്നേരം മുഅ്മിനായ മനുഷ്യൻ, വയുസ്ബിഹു കാഫിറ, രാവിലെയാകുമ്പോഴേക്ക് പ്രഭാതമാകുമ്പോഴേക്ക് അവൻ കാഫിറാകുന്നു. എന്തു പറ്റിയ ആളുകൾക്ക്? യബീഉ ദീനഹു, അവൻ അവന്റെ ദീനിനെ കച്ചവടം ചെയ്യുന്നു. ബിഅറളിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രാവിലെ പള്ളിയിൽ വന്നു, ദിക്റെടുത്തു, ആ ഒരു സമയം അത്രയും അവൻ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു ദുആ ചെയ്തു, പുറത്തേക്കിറങ്ങി ഒരു വ്യഭിചാരം ചെയ്തു, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വഞ്ചിച്ചു. അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത, പടച്ചതമ്പുരാനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ഒരു മരവിച്ച മനുഷ്യനായി മാറുമ്പോ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിശ്രമം വേണ്ട. നിങ്ങളുടെ വിശ്രമം, വിശ്വാസികളുടെ റാഹത്ത് എവിടെയാ വരുന്നത്? അത് മരണത്തോടു കൂടിയാണ്. അവന്റെ നെറ്റിത്തടം വേർക്കുന്നത് ആ സമയം വരെയാണ്. അതുവരെ നിങ്ങൾക്കൊരു വിശ്രമമില്ല. ബാദിറു, നിങ്ങൾ ധൃതിയിൽ പോവുക. ബിൽ അഅമാലി സ്വാലിഹ, സ്വാലിഹായ കർമ്മങ്ങളെ കൊണ്ട്. എന്തൊക്കെ നിനക്കറിയാം? ദിക്റുകൾ അറിയോ? അതേപോലെ തന്നെ നമസ്കാരത്തിന് പള്ളിയിൽ വന്നാൽ ഒരു സുന്നത്തും നീ വിടേണ്ട. നടന്നു പോകുന്ന വഴികളിൽ നിന്റെ നാവുകൾ സദാ ചലിക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്റുകളെ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ നടക്കട്ടെ, അതിന്റെ കേൾവികൾ നടക്കട്ടെ. മനസ്സെപ്പോഴും അള്ളാഹുവിൽ ചുറ്റിപ്പറ്റി നീ വെക്കുക. കാരണം എന്താ? നിന്നെ കാത്തിരിക്കുന്നു റബ്ബിന്റെ മഗ്ഫിറത്ത്, നിന്നെ കാത്തിരിക്കുന്നു സ്വർഗം. ആകാശ ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ പ്രവാചകൻ ഇത് പറയുക മാത്രമല്ല, ഒരു മാതൃക ഞാൻ പറയട്ടെ സഹോദരങ്ങളെ. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി, മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ ഒരു അസർ നമസ്കരിക്കുന്നു. അസർ നമസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ പ്രവാചകൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു. ജനങ്ങളുടെ ആ ഒരു ചുമലുകളൊക്കെ ഇങ്ങനെ കവച്ചു വെച്ചുകൊണ്ട് പ്രവാചകൻ പത്നിമാരുടെ വീടുകളിലേക്ക് പോകുന്നു. ജനങ്ങൾ ഭയചകിതരായി. എന്താ ഇത്ര പെട്ടെന്ന്? പ്രവാചകന്റെ ഓരോ പ്രവർത്തനവും ഒപ്പിയെടുക്കുന്ന സഹാബികൾക്ക് അത്ഭുതമായി. ഇതെന്താ പ്രവാചകൻ ഇങ്ങനെ ചെയ്യുന്നത്? എന്തോ ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ടല്ലോ. ജനങ്ങളെല്ലാം, സഹാബത്തെല്ലാം അത്ഭുതപ്പെട്ടിരിക്കെ, ആ പ്രവാചകന്റെ ധൃതി കണ്ടപ്പോ അവരെല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കെ, ഫഖറജ അലൈഹിം, പ്രവാചകൻ അവരിലേക്ക് മടങ്ങി വന്നു. പ്രവാചകൻ സഹാബിമാരുടെ മുഖങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, ഇവർക്കെന്തോ ബേജാറുണ്ടായിട്ടുണ്ട്, എന്റെ ധൃതി കാരണം ഇവരെന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ താൻ ധൃതി കാണിച്ചതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എന്തിനാ നമസ്കാര ശേഷം ധൃതിയിൽ പോയത്? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ അടുക്കൽ ഒരു തങ്കത്തിന്റെ ഒരു അല്പം ഏതോ ഒരു ഭാര്യമാരുടെ അടുക്കലുണ്ട് എന്ന് എനിക്ക് ഓർമ്മ വന്നു. ആ ഒരു ചിന്ത ദുനിയാവിൽ നിന്ന് എന്നെ തടഞ്ഞു വെക്കും, എന്റെ ഉഖ്റവിയായ ചിന്തയിൽ നിന്ന് എന്നെ തടഞ്ഞു വെക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ആ ഒരു തങ്കത്തിന്റെ, സ്വർണത്തിന്റെ ആ ഒരു ചെറിയ ഒരു അംശമാണെങ്കിലും അത് ദാനം ചെയ്യാൻ ഭാര്യമാരോട് ആജ്ഞാപിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. ഒരു 50 പൈസയുടെ നാണയം
ഈ ഒരു ഹദീസ് വായിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താ? ഒരു 50 പൈസയുടെ നാണയം അത് മിച്ചമുണ്ടെങ്കിൽ നാളത്തെ ലോകത്തിന്റെ ഒരു ആദായമായി നമ്മൾ സൂക്ഷിക്കണം. ദുനിയാവിൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. ഒരു രൂപ ആദായം കിട്ടുമെന്ന് പറയുമ്പോ അതിന് നമ്മൾ അന്വേഷിക്കും, അതിന്റെ വഴികൾ അന്വേഷിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലാഭമുണ്ടെന്ന് പറയുമ്പോ അത് അന്വേഷിക്കും. വാഹനം പിടിക്കുന്നിടത്തേക്ക് വാഹനം പിടിച്ചു പോകും. ഇവിടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയൊരു സ്വർണത്തിന്റെ കഷ്ണം അത് ഉഖറവിയായ ലോകത്തിലേക്ക് മിച്ചമുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടേക്ക് നിക്ഷേപിക്കുന്ന ഒരു പ്രവാചകൻ നമുക്ക് കാണിച്ചു തരുന്നത് എന്താ? ബാദിറു ബിൽ അഅമാലി സ്വാലിഹ, ധൃതിയിൽ നിങ്ങൾ മുന്നേറുക, അമലു സ്വാലിഹാത്തുകളുമായി നിങ്ങൾ ധൃതിയിൽ മുന്നേറുക എന്ന് പറയുമ്പോ ഇത് കേട്ടുപഠിച്ച സ്വഹാബികൾ വലിയ മാതൃകകളുണ്ട് നമുക്ക്. ഇത് പറയുക മാത്രമല്ല, ഇത് കേട്ട ഒരു ഉമ്മത്തുണ്ടായി. പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ധൃതിയിൽ മുന്നേറണം എന്ന് പറഞ്ഞപ്പോ ഇതെന്തായാലും സഹാബത്ത് കേട്ടിരിക്കുമല്ലോ. അപ്പോഴോ ഉഹദ് യുദ്ധത്തിന്റെ ഒരു സുപ്രധാനമായ ഒരു രംഗം, യുദ്ധം ആരംഭിക്കാനിരിക്കുകയാണ്, അതല്ലെങ്കിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴോ വിശപ്പ് കാരണം ഒരു മനുഷ്യൻ കാരക്കയുടെ ചീളുകൾ ഇങ്ങനെ അത് ഓരോന്നായി കീറി കീറി തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴോ ഈ മനുഷ്യൻ ഒരു സംശയം പ്രവാചകനോട് ചെന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ യുദ്ധത്തിൽ ഞാൻ കൊല്ലപ്പെട്ടാൽ ഞാൻ എവിടെയാണ്? ഖാല ഫിൽ ജന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിനക്ക് സ്വർഗമാണ്. ഈ ഒരു രക്തസാക്ഷിത്വത്തിന് കാരണം അള്ളാഹ്ക്ക് ജീവൻ കൊടുക്കുകയാണ്. അവനവന്റെ വിശ്വാസത്തിന്റെ അടയാള ഒപ്പ് അല്ലേ? റബ്ബേ, നിന്റെ വിശ്വാസത്തിന് പകരമായി എന്റെ ജീവനാണ് ഞാൻ തരുന്നത്. അതാണല്ലോ ഷഹീദിന്റെ കൂലി. ആ ഒരു കൂലിക്ക് എന്താണ്? സ്വർഗമാണ് പ്രതിഫലം എന്ന് പറയുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചതെന്താ? ഒരു കാരക്ക ചീള് കൂടി തിന്നാനുള്ള സമയമെടുത്താൽ വീണ്ടും അത് തിന്നാൻ തോന്നുകയും അങ്ങനെ സമയം അതിക്രമിക്കുകയും ചെയ്യും. അപ്പോഴോ സ്വർഗത്തിലേക്കുള്ള സമയമാണ് ദീർഘമായി പോകുന്നത്. ഉടനെ പ്രവാചകൻ സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ കാരക്കച്ചുള തിന്നുന്നത് നിർത്തി. എന്നിട്ടോ തന്റെ കയ്യിലുള്ള തമ്പ്രാത്തുകളെ കാരക്കയെ വലിച്ചെറിഞ്ഞു. യുദ്ധമുഖത്തേക്ക് ചെന്നു. അതിധീരമായി യുദ്ധമുഖത്ത് അടരാടി കൊല്ലപ്പെടുന്നതുവരെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കേട്ട സ്വഹാബികൾ ബാദിറു ബിൽ അഅമാലി സ്വാലിഹ, വിശപ്പടങ്ങാനുള്ള കാരക്ക തിന്നുമ്പോ പ്രവാചകൻ പറയാണ് സമയം വൈകിക്കണ്ട, സ്വർഗമുണ്ട്. ദീനിന്റെ ഓരോ കാര്യത്തിലും പുണ്യം പറഞ്ഞ പ്രവാചകൻ, ആ പ്രവാചകൻ പറഞ്ഞു ഒരാളെയും കാത്തിരിക്കണ്ട. അള്ളാഹു നിങ്ങൾക്കൊരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സും കൊതിച്ചിട്ടില്ലാത്ത സ്വർഗത്തിന്റെ വിഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു കാരക്കച്ചീള് തിന്നുന്ന സമയമാണെങ്കിലും അതിന് കാത്തു നിൽക്കാതെ സ്വഹാബികൾ ആ മാർഗത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ എന്റെ വിശ്വാസികളെ, ഞാനും നിങ്ങളും ഒട്ടും അമാന്തം കാണിച്ചുകൂടാ. ആയുസ് അത് തീരുകയാണ്. ക്ലോക്കിലെ ഓരോ സെക്കൻഡ് സൂചിയും ടിക് ടിക് എന്ന ശബ്ദമുണ്ടാക്കുമ്പോ നമുക്ക് പേടി വരണം. കാരണം എന്താ? ഓരോ ടിക് ടിക് ശബ്ദവും നമ്മുടെ ജീവിതത്തിന്റെ സെക്കൻഡുകളാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഖബറിലേക്കുള്ള ദൂരമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ കോടിക്കണക്കിന് സമ്പാദ്യം നിന്റെ പേരിൽ ഉണ്ടായാലും മരണത്തോടു കൂടി അനന്തരാവകാശികൾ അത് വീതം വെച്ചെടുക്കും. ഉഖറവിയായ ലോകത്തിലേക്ക് നിനക്ക് എന്തുണ്ട് എന്ന ചോദ്യമാണ് നിന്റെ മുമ്പിൽ വരേണ്ടത്. ബാദിറു ബിൽ അഅമാലി സ്വാലിഹ എന്ന് പ്രവാചകൻ പറഞ്ഞു. അല്ലാഹു പറഞ്ഞു വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു പോവുക. ഒരാൾ മത്സരിച്ചോടുന്നത് പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ആശുപത്രിയിലുള്ള മകന് മരുന്നുമായി ഓടുന്ന ഒരു പിതാവിന്റെ മനോവേദന, വേഗത എത്രയുണ്ടാകും? തന്റെ വാഹനത്തിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു രോഗിയുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ വേഗത എത്രയുണ്ടാകും? ആ ഒരു വേഗത സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകണേ എന്ന് പറയുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ജാ റജുലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ വന്നിട്ട് പറയാൻ, അദ്ദേഹത്തിന് അറിയേണ്ടത് എന്താ? അയ്യു സ്വദഖത്തി അഅലമു അജ്റ, അല്ലാഹുവിന്റെ റസൂലേ,
ഏറ്റവും പുണ്യം കിട്ടുന്ന സ്വതക്ക ഏതാണ്? എത്ര പൈസ കൊടുത്താലാ കൂടുതൽ പുണ്യം കിട്ടുക? അല്ലെങ്കിൽ ഏത് വിഭവം കൊടുത്താലാണ് കൂടുതൽ പുണ്യം കിട്ടുക? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതൃക, ആ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ചെറുതല്ലാത്ത ചില സ്വാധീനങ്ങൾ ചെലുത്തണം. എന്നാ പ്രവാചകൻ മറുപടി കൊടുത്തത്? അൻത സ്വദ്ദഖ, നീ സ്വതക്ക കൊടുക്കണം. വഅൻത സ്വഹീഹുൻ ശഹീഹുൻ, നീ പിശുക്കനാകുമ്പോ കൊടുത്താൽ ഇനി ഇല്ല, പേഴ്സിൽ ഇനി ഇല്ല, ആ ഒരു നോട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? രാവിലെ നോട്ട് കൊടുക്കുമ്പോ വൈകുന്നേരം വരെ എന്നെ ആശ്രയിക്കും, ഞാൻ പട്ടിണി കിടക്കാം, പക്ഷേ എന്നെ ആശ്രയിക്കുന്ന എന്റെ മക്കളോട് എന്തു പറയും? ഉപ്പ ദാനം കൊടുത്തു എന്ന് പറയാൻ പറ്റൂ? ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളോടും ഭാര്യയോടും കുടുംബത്തോടും ഞാൻ ദാനം കൊടുത്തു എന്ന് പറയാൻ പറ്റൂ? അങ്ങനത്തെ ഒരു ദാനം അല്ലേ? ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോ അല്ലാ ഈ ഒരു ഉറുപ്പിക കൊടുത്താൽ അതങ്ങോട്ട് പോയല്ലോ എന്ന് പറയുന്ന മനസ്സില്ലേ? അങ്ങനെ ആ ഒരു അവസരത്തിൽ നീ കൊടുക്കുന്ന ഒരു രൂപ, അതേപോലെ തന്നെ തഖ്ശൽ ഫഖർ, നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു. വതഅമലുൽ ഗിനാ, അതേപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി നീ അതിയായി പ്ലാനുകൾ നടത്തുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കച്ചവടം തുടങ്ങി, അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നു. കച്ചവടം പൊട്ടി പൊട്ടി വരുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോഴാണ് പള്ളി കമ്മിറ്റി സമീപിക്കുന്നത്. അപ്പോ എന്റെ മനസ്സിന്റെ ഒരു വേദനയില്ലേ, നിങ്ങൾ എന്തിനാ എന്റെ അടുക്കലേക്ക് സ്ഥിരമായിട്ട് വരുന്നത്? ഉള്ള സമയത്തൊക്കെ ഉള്ളതുപോലെ ഞാൻ തന്നിട്ടുണ്ടല്ലോ, പൊട്ടി പൊട്ടി പാളീസായി പോവാനിരിക്കുകയാണ് ഞാൻ, ഒന്ന് വിട്ടുപിടിക്കണേ എന്ന് പറയുന്ന ഒരു ശൈലിയില്ലേ? അവിടെ നീ നൽകുന്ന ഒരു രൂപ, അത് നീ കൊടുത്ത 10,000-ങ്ങളെ കവച്ചു വെക്കുമെന്ന് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, പാളീസായാൽ പോലും ദീനിൽ നിന്ന് നീ വിരമിക്കല്ല. എന്നാലോ മനുഷ്യന്മാർ ദുനിയാവിലെ നഷ്ടം വരുമ്പോ ആദ്യം മതിയാക്കുന്നത് എന്താ? നിസ്കാരം മതിയാക്കും, ദാനധർമ്മങ്ങൾ മതിയാക്കും, എന്തിനേറെ പള്ളിയിലെ ആളുകളെ കാണുമ്പോൾ പോലും അവൻ പിന്തിരിഞ്ഞു പോകും. മദ്യവും ഡാൻസുകളും സിനിമകളുമാണ് പിന്നെ അവന്റെ ആശ്രയമായിട്ട് വരിക. പ്രവാചകൻ പഠിപ്പിക്കുന്നതോ, പാളീസാകുമ്പോ നീ കൊടുക്കുന്ന 50 പൈസയുടെ നാണയമില്ലേ, അയ്യോ സ്വദഖത്തി അഅ്ലമു അജ്റ, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും നല്ല അജ്ർ കിട്ടുന്ന, പുണ്യം കിട്ടുന്ന സ്വദഖ ഏതാണ് പ്രവാചക എന്ന് ചോദിച്ച മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്താ? ദാരിദ്ര്യത്തെ നീ ഭയപ്പെടുകയും പൈസക്കാരനാവാൻ വേണ്ടി പ്ലാനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് നീ വെച്ചു നീട്ടുന്ന സംഖ്യക്കാണ് ഏറ്റവും കൂടുതൽ അജ്ർ എന്ന് പറയുമ്പോ, സഹോദരങ്ങളെ, അവിടെ പോലും നമ്മുടെ മനസ്സിൽ കണക്കാക്കേണ്ടത് എന്താ? എനിക്കൊരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്കുള്ള എന്റെ ഒരു സമ്പാദ്യമാവട്ടെ എന്നൊരു നീയത്താണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇനിയോ സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തംഹിൽ, നീ സാവകാശം വെക്കല്ല, നാളെ ചെയ്യാം, മറ്റന്ന് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നീ സാവകാശം കാണിക്കല്ല. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഈ ഹൽഖിലേക്ക്, കണ്ടനാടിയിലേക്ക് എത്തും. ആര്? റൂഹ് ഇങ്ങനെ എത്തും. ആ കറകറ വലിക്കുന്ന വലി, ശരീരത്തിന്റെ ബാക്കി മുഴുവൻ ഭാഗങ്ങളും നിശ്ചലമായി കിടന്നിട്ട് നീയും നിന്റെ മലക്കുകളും തമ്മിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മൂത്രിക്കുകയും കാട്ടിക്കുകയും ചെയ്യുന്ന ഒരു അവസരമുണ്ട്. ഒന്നുമില്ല എന്ന് നിനക്ക് തോന്നുന്ന ഒരു സമയം, ആരുമില്ലല്ലോ എനിക്ക്, നിനക്ക് തോന്നിപ്പോകുന്ന ഒരേ ഒരു നിമിഷം, ഞാൻ ഒറ്റക്കായല്ലോ എന്ന് കണ്ണുകൾ ഇങ്ങനെ നമ്മുടെ വെള്ള കാണുന്നത് പോലെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂട്ടരെ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തുംഹിൽ, നീ സാവകാശം ചെയ്യല്ല. ഉഖറവിയായ ലോകത്തിലേക്കുള്ള പ്രവർത്തനത്തിന് ഒരിക്കലും നാളെ ചെയ്യാമെന്ന് നീ വെക്കല്ല. നീ കണ്ട നാടിലേക്ക് എത്തുമ്പോ കുൽതു, നീ പറയും, ലി ഫുലാനിൻ കദാ, ആ ആൾക്ക് അത്ര കൊടുക്കൂ, വലി ഫുലാനിൻ കദാ, ആ ആൾക്ക് അത്ര കൊടുക്കൂ, പള്ളി കമ്മിറ്റിക്ക് അത്ര കൊടുക്കൂ, ആ ഒരു 5 സെന്റ് സ്ഥലം അത് മദ്രസ കമ്മിറ്റിക്ക് കൊടുക്കൂ എന്ന് നീ പറയും. എപ്പോ? ഹൽക്കിലേക്ക് റൂഹ് വരുമ്പോ. അപ്പോഴാണ് ബോധ്യപ്പെടുക, അപ്പോഴാണ് ബോധ്യപ്പെടുക. ഒരു മന്ത്രവാദി
മന്ത്രവാദി ഊതിത്തരാൻ, റുഖിയ ചെയ്യാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളെ തേടുന്ന കണങ്കാലുകൾ തമ്മിൽ കൂട്ടിപ്പണഞ്ഞു പോകുന്ന ഒരു രംഗം അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ആശിക്കുകയാണ്. എന്ത്? ഒരു 5 സെന്റ് സ്ഥലം അത് പള്ളിക്കിരിക്കട്ടെ, ആ ടൗണിലെ 10 സെന്റ് സ്ഥലം അത് മദ്രസക്ക്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി നിനക്ക് ചാൻസ് ഇല്ല, ഇനി നിനക്ക് ചാൻസ് ഇല്ല. അതുവരെ കിട്ടിയ 60 കൊല്ലത്തെ ആയുസിൽ പള്ളി കമ്മിറ്റിയെ നീ ശ്രദ്ധിച്ചില്ല, മദ്രസ കമ്മിറ്റിയെ നീ ശ്രദ്ധിച്ചില്ല. മരണം നിന്റെ റൂഹ് ആ തൊണ്ടക്കുഴിയിലെത്തുമ്പോ നിനക്കും ബോധ്യപ്പെട്ടു ഇനി രക്ഷയില്ല. അപ്പൊ നീ ദാനധർമ്മത്തിന്റെ കെട്ടഴിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, അത് ആ ആൾക്ക് എപ്പോഴേ ആയിക്കഴിഞ്ഞു, ആ ആളുടേതായി. ഇനി ആർക്കാളുള്ളത്? ഞാൻ പാർത്തിരുന്ന എന്റെ വീട് പ്രത്യേകം എഞ്ചിനീയറെ കൊണ്ട് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഓരോ ഡിസൈനും എന്റെ മനസ്സിന്റെ തൃപ്തി വരുവോളം മാറ്റി മാറ്റി വരപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയ വീട്, അതിന്റെ ടൈൽസിന് 3 രാത്രി 4 രാത്രി നിരന്തരം ഞാൻ യാത്ര ചെയ്തു. അതിന്റെ ഡെക്കറേഷന് വേണ്ടി മികച്ച ആശാരിമാരെ ഞാൻ കൊണ്ടുവന്നു. മരണത്തിന്റെ കറകറ വലിയിൽ നിനക്ക് എന്തു നേടി? ആ 4 ദിവസം റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നീ ദുആ നടത്തിയിരുന്നുവെങ്കിൽ വീടുണ്ടാക്കണ്ട എന്നല്ല പറയുന്നത്, ടൈൽസ് പാകണ്ട എന്നല്ല പറയുന്നത്. നമ്മുടെ മനോഗതി റബ്ബേ ഉഖറവിയായ ലോകത്തിലേക്ക്, ശാശ്വതമായി കിടക്കേണ്ടുന്ന ആ ലോകത്തിലേക്ക് 6 അടി താഴ്ചയുണ്ടാക്കി, അടിക്കബറുണ്ടാക്കി, അതിലേക്ക് നമ്മുടെ കഫൻ തുണിയോട് കൂടി താഴ്ത്തി വെച്ച്, നമ്മുടെ കവിൾത്തടത്ത മണ്ണിലേക്ക് കെട്ടഴിച്ചു വെച്ച്, അതിന്റെ മേലെ കല്ലുവാകി മണ്ണ് വാരിയിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് പാതി കരഞ്ഞു. അതേപോലെ തന്നെ പാതിയോടുകൂടി മനുഷ്യന്മാർ സലാം ചൊല്ലി പിരിഞ്ഞു പോരുമ്പോ ഖബറെന്ന ജീവിതത്തോടു കൂടി തുടങ്ങുന്ന കാലമില്ലാത്തൊരു ലോകത്തിലേക്ക് ഷെയർ കിട്ടുന്ന സമ്പാദ്യം എത്രയാ? അവിടെ നീ എത്രയാ ഷെയർ കൊടുത്തത്? ആത്മാർത്ഥമായി നീ നമസ്കരിച്ചിരുന്നോ? നീ നോമ്പെടുത്തിരുന്നോ? ഒന്ന് ദിക്ർ ചൊല്ലാൻ പോലും നിനക്ക് സമയമായിരുന്നോ? വീട്, പറമ്പ്, വാഹനം, കച്ചവടം എന്ന് പറഞ്ഞ് നീ ഓടുകയായിരുന്നു. ഓട്ടം നിലച്ചു. നിന്റെ കച്ചവടം ആരുടെ പേരില? നിന്റെ മൂത്ത മകന്റെ പേരിൽ. നിന്റെ വാഹനം ആരാ ഓടിക്കുന്നത്? നിന്റെ ഇളയ മകൻ. നിന്റെ വീട്ടിൽ ആരാ പാർക്കുന്നത്? ഭാര്യയും കുട്ടികളും. ഒരാഴ്ചയോടുകൂടി അവർ റിക്കവറിയായി. നിന്റെ മരണത്തോടുകൂടി നീ ഇല്ല എന്ന് തന്നെ വന്നപ്പോ അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെ നിനക്കെന്തു കിട്ടി? നിനക്കെന്തു കിട്ടി? മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന ഒരു മെഴുകുതിരി, അതാവാനല്ലേ നിന്റെ യോഗം ഉണ്ടായിരുന്നത്? പ്രവാചകൻ പറയുന്നു, ആഖിറത്തിന്റെ കാര്യത്തിൽ ഒന്നും നീ സാവകാശം വെക്കണ്ട. നീ സാവകാശം വെക്കണ്ട. ഏത്? മരണം, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴേക്ക് നീ അങ്ങനെ വെക്കണ്ട. പരമാവധി എത്ര ചെയ്യാൻ കഴിയോ അത് നീ ചെയ്തോ എന്ന് പറയുമ്പോ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവ വരുന്നതിന് മുമ്പ് ധൃതിയിൽ മുന്നേറിക്കോ. ഇല്ലാ ഫഖറൻ മൻസിയ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം. ഭയപ്പെടണം, ദാരിദ്ര്യത്തെ ഭയപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നാലോ നിനക്ക് പിന്നെ ഉഷാറാവാൻ കഴിയില്ല. പിന്നെയോ മറ്റൊരു പരീക്ഷണമാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഇതുവരെ ഒരു സിറിഞ്ച് എന്റെ ശരീരത്തിൽ കുത്തിയിട്ടില്ല, ഒരു ടാബ്ലറ്റ് എന്റെ വായിലേക്ക് ഇടേണ്ടുന്ന ഒരു ഗതികേട് വന്നിട്ടില്ല. അത് നിനക്കൊരു പരീക്ഷണമാണ്. അത് നിനക്കൊരു പരീക്ഷണമാണ്. അള്ളാഹു നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു രോഗം വരുമ്പോ എന്തിനേറെ ഒരു കാലിൽ മുള്ളു തറച്ചാൽ പോലും അതുവഴി പാപങ്ങളെ പൊറുക്കപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള ആളുകൾക്കോ എത്രമാത്രം പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പൊ രണ്ടാമത്തെ കാര്യം, മൂന്നോ ഔ മറലൻ മുഫ്സിദ, എല്ലാം താറുമാറാക്കി കളയുന്ന രോഗം. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ലക്ഷങ്ങൾ പൊടിപൊടിച്ച് മനുഷ്യൻ ആയുസോടുകൂടി ഇപ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷയോടുകൂടി വിചാരിച്ച് എല്ലാം തകർത്തെറിഞ്ഞ് മരണത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ആളുകൾ അല്ലേ? അങ്ങനത്തെ ഒരു രോഗം വരുന്നതിന് മുമ്പ് പിന്നെയോ നാലാമത്തെ കാര്യം, ഔ ഹറമ മുഫ്നിദ, പിച്ചുമ്പേയും പറയുന്ന വാർദ്ധക്യം. പിച്ചുമ്പേയും
പറയുന്ന വാർദ്ധക്യം, അതിനു മുമ്പ് നീ എന്ത് ചെയ്തോ? സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിച്ചോ. എപ്പോഴും റെഡിയായി നിൽക്കുന്ന മരണം, അതിന്റെ മുമ്പ് നീ റെഡിയായിക്കോ എന്ന് പറയുമ്പോ ഈ എണ്ണിപ്പറഞ്ഞ 5 അവസരങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് ആണെങ്കിലും റബ്ബിന്റെ ആ ഒരു ലോകത്തിലേക്ക് വേണ്ടി, ഉഖ്റവിയായ ലോകത്തിലേക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ നമ്മൾ കരുതി വെക്കുക. റഹ്മാനായ റബ്ബിനോട് പാപമോചനത്തിന് ചോദിക്കുക. തഖ്വയുള്ളവരാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ ലളിതമായ ഒരു ഹദീസ്, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണാം. അസ്സാഇ അലൽ അർമില, വിധവകളുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്ന ആള്, വൽ മിസ്കീൻ, അതേപോലെ തന്നെ അഗതികളുടെ വിഷയത്തിൽ പരിശ്രമിക്കുന്ന ഒരാൾ, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നവന്റെ പുണ്യമാണ് ഈ 2 വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ളത്. വഅഹ്സബുഹു, ഞാനിങ്ങനെ വിചാരിക്കുന്നു, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാൻ, വകൽ ഖായിമിൽ ലദീ ലാ യഫ്തുറു, ഉറങ്ങാതെ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഒരാൾക്ക് എത്ര കൂലിയുണ്ടോ അത്ര കൂലി ഈ ആളുകൾക്കുണ്ട്. വഖസ്സായിമി ലാ യഫ്തിറു, തുറക്കാതെ നോമ്പെടുക്കുന്നവൻ എത്ര പ്രതിഫലമുണ്ടോ അത്രയും പ്രതിഫലം ഈ ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്കുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ആരാ സഹോദരങ്ങളെ? അർമിലത്ത്, വിധവകൾ. ഏത് നിലക്കും കുടുംബങ്ങളാലും അതേപോലെ തന്നെ നാട്ടുകാരാലും പിന്നെ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. കല്യാണം കഴിഞ്ഞിട്ടേയുള്ളൂ, പറക്കമുറ്റാത്ത ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ, ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. നമ്മളൊന്ന് ആലോചിച്ചു, ശേഷമുള്ള ഒരു ജീവിതം എല്ലാവരാലും കൊത്തിവലിക്കപ്പെടാൻ, നാട്ടുകാരാലും ബന്ധുക്കളാലും അതേപോലെ തന്നെ ജനങ്ങളാലും ഒക്കെ കൊത്തിവലിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാഹചര്യമുള്ള ആളുകൾ. അവരുടെ ക്ഷേമം എന്താണ്? അവരുടെ ആഗ്രഹം എന്താണ്? പുനർവിവാഹമാണെങ്കിൽ അതിനുള്ള സാധ്യമായ വഴികൾ നമ്മൾ തുറന്നു കൊടുക്കുക. അതല്ല ഉപജീവനമാണോ? ആ ഒരു രൂപത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം എന്താ? ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളാണ്. ഒരു അത്താണിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ ആ സ്ഥാനത്ത് നിർത്തുന്ന ആലോചിച്ചു, നമ്മൾ മരണപ്പെട്ടു പോകുന്നു, നമ്മുടെ ഭാര്യ, മക്കൾ, അവരുടെ ആ ഭാവിയിലുള്ള അവസ്ഥ എന്തായിരിക്കും? മരണപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കഴിഞ്ഞു, പിന്നെ അവനും അവന്റെ ഹാലും മാത്രമാണ് ഉഖ്റവിയായ ലോകത്തിൽ. പക്ഷെ ഭൂമിയിലുള്ള ഈ ആളുകൾക്കുള്ള സംവിധാനങ്ങൾ ആരാ ഒരുക്കേണ്ടത്? അത് പ്രവാചകൻ സമൂഹത്തിനെയാണ് ഏൽപ്പിച്ചത്. നിങ്ങൾ അതിന് പണിയെടുക്കുന്നുവെങ്കിൽ, അല്ലേ, ഒരു ദിവസം പോലും വിടാതെ നോമ്പെടുക്കുന്നവന് കൂലി നൽകുമായിരുന്നുവെങ്കിൽ. വിശ്വാസികൾക്ക് അങ്ങനെ അനുവാദമല്ല, അങ്ങനത്തെ ഒരു നോമ്പില്ല. പക്ഷെ അങ്ങനെ നോമ്പെടുത്താൽ ഒരാൾക്ക് എത്ര കൂലി കിട്ടും? അതേപോലെ തന്നെ രാത്രി ഇരിക്കാതെ നിന്ന് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു നിസ്കാരവും ഇല്ല, അല്ലേ? പ്രവാചകൻ ഇടവിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു, ഉറങ്ങാറുണ്ടായിരുന്നു, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ടായിരുന്നു, അല്ലേ? എന്നാൽ പോലും അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എത്ര കൂലിയുണ്ടോ അത്രയും കൂലിയാണ് വിധവകളുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്കുള്ളത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര വലിയ കുട്ടികളുണ്ടെങ്കിലും അവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ വലുതായി പ്രായമായി അവരുടെ കുടുംബങ്ങളാവുമ്പോൾ പിന്നെ ഉമ്മയാണ് അവർക്ക് ഏറ്റവും വലിയ ഭാരമാവുക. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു മേഖല എന്നാണ്, അവർക്ക് കഴിയുമെങ്കിൽ വിവാഹത്തിനാണ് അവരെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്, ഒരു പുനർവിവാഹത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എന്താകും? മക്കളെല്ലാവരും ഒരു ഭാരമായി കഴിഞ്ഞാലും അവരുടെ തണലിലല്ല, ഭർത്താവിന്റെ തണലിൽ കഴിയേണ്ടുന്ന ഒരു സാഹചര്യം അത് മുഖാന്തരം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ആളാരാ? വൽ മിസ്കീൻ. മിസ്കീൻ ആരാ? ദരിദ്രനല്ല.
മിസ്കീൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരണം, ഇങ്ങനെ പിന്നെ ഇസ്തിരിയിട്ട് നല്ല ഒരു സമ്പന്നന്റെ ഒരു രൂപത്തിലായിരിക്കും അയാൾ ഉണ്ടാകുക. പക്ഷേ വീട്ടിൽ പട്ടിണിയായിരിക്കും, വീട്ടിൽ നല്ല ദാരിദ്ര്യം ഉണ്ടാവും. പക്ഷേ ആ ദാരിദ്ര്യം ഒരാളോട് പറയാൻ അയാളുടെ അഭിമാന ബോധം സമ്മതിക്കുന്നില്ല. ഈ കൊണ്ട ഒരു 500 രൂപ നാളെ നോക്കട്ടെ എന്ന് പറയാൻ എന്ത് ചെയ്യുന്നില്ല, അയാളുടെ അഭിമാന ബോധം സമ്മതിക്കുന്നില്ല. ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ഇപ്പൊ ചില മരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത്രയൊക്കെ ബാധ്യത ഇയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എത്രയോ നമ്മൾ ദുനിയാവിന്റെ നാനാഭാഗങ്ങളിലുള്ള ചർച്ചകൾ നടത്തുമ്പോഴും അപ്പോഴൊന്നും ഈ വേദനകൾ എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ അത്ഭുതപ്പെടാറുണ്ട് ചില ആളുകളെ കുറിച്ച്. അതാണ് നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. ഒരാളെ ഒരു ഭക്തന് കണ്ടിട്ടില്ലെങ്കിൽ, സാധാരണ കാണുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലേ, ഇഷ്ടംപോലെ സംവിധാനങ്ങളില്ല. ആ കമ്പനിക്കാരും ഓഫറുകൾ നൽകുന്നു. ഈ ഓഫറുകൾ ഒരു വിശ്വാസി എന്തിനാ ഉപയോഗിക്കേണ്ടത്? ഇനി ഏറ്റവും കൂടുതൽ ഓഫറുകൾ ഉണ്ടായാൽ നമുക്ക് വികസിക്കേണ്ടുന്ന ഒരു മേഖലയാണ് ബന്ധങ്ങൾ വലുതാവുക. ഇന്ന് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ചുരുങ്ങി വരുന്നതും ബന്ധങ്ങളാണ്. കണ്ടാൻ മിണ്ടാൻ സമയമില്ല, പള്ളിയിൽ സ്ഥിരം കാണുന്നവരോടൊന്ന് ആത്മാർത്ഥമായിട്ട് സലാം പറയാൻ സമയമില്ല, എന്തൊക്കെയാണ് അവസ്ഥ എന്ന് പറയാൻ സമയമില്ല. ഇനി അവൻ ഇങ്ങോട്ടൊരു പ്രയാസം പറയാൻ വേണ്ടി വിളിച്ചാൽ പോലും അതെടുക്കാൻ ഞാൻ ഇപ്പൊ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. കൂട്ടരെ, ആരുടെ തിരക്കാണ് അവസാനിക്കുക? തിരക്കെല്ലാം അവസാനിക്കും. നിങ്ങൾ ഖബറിടങ്ങളെ സന്ദർശിക്കുമ്പോൾ പിന്നെ ഒരു മനുഷ്യനൊരു തിരക്കില്ല. നിങ്ങൾ കാത്തിരിക്കുന്ന മരണം വന്നാൽ എല്ലാവരും തിരക്കൊഴിവാക്കി വരും, നിങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരാളോട് ബാധ്യത എണ്ണി പഠിപ്പിച്ചപ്പോൾ അവൻ എന്നോട് ഒരു ഉപദേശം ചോദിച്ചാൽ നീ അവനെ ഉപദേശിക്കണം. നിന്നോട് ഉപദേശം ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്റെ അവസ്ഥ അങ്ങനെയാണ്. ആകെ ഒരു 10 മിനിറ്റ് നേരത്തെ ഒരു ഉപദേശം കൊടുക്കേണ്ടതുണ്ടാവുള്ളൂ. അതിന് ഉസ്താദല്ല ചെയ്യേണ്ടത്, അത് ഉസ്താദല്ല ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ അവന്റെ മനസ്സ് തുറക്കുന്നത് ആരോടാണ്? ഉസ്താദിനോടല്ല, അവനെ അറിയുന്ന നമ്മളോട്. നമുക്കാണ് അതിലൊരു നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളത്. അത് ദീനിയായി അതിന്റെ നാനാവശങ്ങളും പറഞ്ഞു കൊടുത്ത് സഹായിക്കും. അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ സഹായങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഷെയർ ഞാൻ കൊടുക്കുന്നത് അവന് വേണ്ടിയിട്ട്. അവൻ എൻ്റെ കൂടെ ആശ്രിതനായി കൊല്ലങ്ങളായിട്ടുണ്ട്, ചങ്ങാതിയായിട്ട് കൊല്ലങ്ങളായിട്ടുണ്ട്, ഒന്നും നല്ലൊരു വീടായിട്ടില്ല. അപ്പോഴോ ഞാൻ മെനക്കെട്ടാൽ ഒരു 5 സെന്റ് സ്ഥലം, 1 സെന്റ് ഞാൻ എടുത്തു, 4 സെന്റിന് എൻ്റെ ഫോണിലെ ആ കോണ്ടാക്റ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു 4 ആളെ എനിക്ക് തപ്പിയെടുക്കാൻ ഒരു പണിയുമില്ല. സഹോദരങ്ങളെ, അതിന് എത്ര വലിയ പുണ്യാന്നറിയും. ആ 4 ആളുകളെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ 4 ആള് ചെയ്യുന്ന ആ ഒരു സംഖ്യയുടെ ഷെയർ നമുക്ക് കിട്ടി. ആ ഒരു വീട് മുഴുവൻ ഉണ്ടാക്കിയെടുത്തതിന്റെ കുഞ്ഞി നമ്മൾ ഇറക്കുന്നില്ല, പക്ഷെ നമ്മൾ ഒരു കാരണക്കാരനായി. ഒരാൾ ഒരു ഹൈറിനെ കാണിച്ചു കൊടുത്താൽ ആ ഹൈർ ചെയ്ത ആളുടെ അതേ പ്രതിഫലം അവർക്ക് ഒന്നും കുറയാതെ കാണിച്ചു കൊടുത്ത ആൾക്കുണ്ട് എന്ന് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ചിലപ്പോൾ ഞാനൊരു വഴി ചൂണ്ടിക്കൊടുക്കുന്ന ആളെ ആയിട്ടുള്ളൂ, അതും മതി. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് അതിന്റെ പുണ്യാണ് പറഞ്ഞത്. കൽ മുജാഹിദി ഫീ സബീലില്ലാ. വിധവയുടെ കാര്യത്തിൽ, അതേപോലെ തന്നെ അഗതികളുടെ കാര്യത്തിൽ ഒരാളോടൊന്നും ചോദിക്കാൻ മെനക്കെടാതെ അഭിമാനബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ, അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിന്റെ കൂലിയാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അവന്റെ പാപമോചനത്തിന് സ്ഥിരമായി ആവശ്യപ്പെട്ടുകൊണ്ട് സ്വർഗലോകത്ത് എത്തിപ്പെടാനുള്ള അമിതമായ ആഗ്രഹത്തോടു കൂടി പണിയെടുക്കുക. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും തഖ്വയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തഖ്വയോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാന ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലളിതമായ വിചാരണ നേരിട്ടുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം പിടിക്കുന്ന മഹാഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. കടബാധ്യതകളാൽ മാറാ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു മാനസികവും ശാരീരികവുമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على